ഹലോ, എല്ലാവരും തിരക്കും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നു കേട്ടോ. അപ്പം അന്ന് വീട്ടിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോയതാണേ ഒരു മാങ്ങ. അത് പന്നലാവാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് എടുത്ത് അച്ചാറിന് അരിയുവാണേ. 10 മണിയായി വന്നപ്പോഴത്തേക്കിന് ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് കുറച്ച് ദിവസമായിരുന്നു. അപ്പോൾ കിട്ടുന്നില്ല. അപ്പം നമ്മൾ OTP വരുന്ന മൊബൈലും കൊണ്ട് ചെന്നാൽ മാത്രമേ ഫോൺ കിട്ടുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ട് അങ്ങനെ മൊബൈലും കൊണ്ട് അവിടെ പെരിങ്ങമിൽ ഇറങ്ങി നിന്ന് കേട്ടോ. പിന്നെ ഗ്യാസൊക്കെ എടുത്തിട്ടാണ് വന്നത്. അപ്പം വീട്ടിൽ നിന്ന് അമ്മ കരിയാപ്പിലയും മുളകും ഒക്കെ തന്നു വിട്ടായിരുന്നേ. അപ്പോൾ അതിനെയൊക്കെ എടുത്ത് വെച്ചു. പിന്നെ പെട്ടെന്ന് അച്ചാറിനുള്ള പരിപാടികളൊക്കെ നോക്കുവാണ് കേട്ടോ. വന്നിട്ടാണ് പിന്നെ അരിയൊക്കെ അടുപ്പിയിട്ടത്. ഇത് അച്ചാറിനുള്ള സെറ്റപ്പ് എല്ലാം ചെയ്തു കേട്ടോ. ഇൻസ്റ്റൻറ്റ് മാങ്ങ അച്ചാറാണേ. ഇത് അടുപ്പൊക്കെ കത്തിച്ച് ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ച് കടുവിട്ടു. കടി പൊട്ട് വരുമ്പോഴത്തേക്കിന് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, കായം എല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പും കൂടി ഇട്ടിട്ട് മാങ്ങ ഇട്ട് ഇളക്കും കേട്ടോ. മാങ്ങയൊക്കെ ഇട്ട് ഇളക്കി കഴിയുമ്പോൾ ശകലം ഒരു നുള്ളു പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. അത് പ്രത്യേക ഒരു ടേസ്റ്റാണേ. അങ്ങനെ ഇടുന്നവരും ഇടാത്തവരും ഒക്കെ ഉണ്ട് കേട്ടോ. ഓപ്ഷനിലാണ്, ഇഷ്ടമുള്ളവർക്ക് ഇടാമേ. അങ്ങനെ പെട്ടെന്ന് ഇതാ മാങ്ങ അച്ചാറൊക്കെ ഇട്ടു. മാങ്ങാച്ചാറിട്ട് കഴിയുമ്പോഴത്തേനും ഒരു ചായ കുടിക്കാൻ തോന്നി. 12 മണിയൊക്കെ ആയി. ഇങ്ങനെ ചായപ്രാന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഏത് നട്ടപ്പതിരയ്ക്ക് ചായ എന്നാലും ഞാൻ കുടിക്കും. അപ്പം എന്താ അങ്ങനെ പെട്ടെന്ന് പിന്നെ സാമ്പാറിനുള്ള പരിപാടികളൊക്കെ നോക്കി. അതിനിടയിൽ ഞാൻ ബീട്രൂട്ട് തോരനെ അടുപ്പിലാക്കിയായിരുന്നു. അപ്പം തേങ്ങയൊക്കെ തിരുമ്മി എടുത്ത് കേട്ടോ. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ജീരകവും ഒന്നും അരയ്ക്കുന്നില്ല. ശകലം മസാലയും ശകലം മഞ്ഞപ്പൊടിയും കൊണ്ടിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് ഞെരടിയിട്ട് തോരൻ്റെ ഇളക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് സാമ്പാറൊക്കെ വെന്തു. സാമ്പാറിനൊക്കെ കടുവറുത്ത് ഒഴിച്ചു കേട്ടോ പെട്ടെന്ന്. നാളെ രാവിലത്തേക്കും കൂടെ ഉള്ളതാണ്. ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ, അപ്പോൾ തീരത്തില്ല. അപ്പം നാളത്തേക്കൂടെ കണക്കാക്കിയാണ് സാമ്പാർ വെച്ചത്. പിന്നെ വീട്ടിൽ നിന്ന് അമ്മ ഉണക്കമുളക് തന്നു വിട്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ പെട്ടെന്ന് വറുത്തെടുത്തു. പിന്നെ 2 പപ്പടം കൂടെ പൊരിച്ചെടുത്തേ. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ളതെല്ലാം റെഡിയായി. അപ്പോൾ സിത്തപ്പന് വേസ്റ്റ് കളയണമെന്നുണ്ട്. സിത്തപ്പൻ വേസ്റ്റ് കളയാൻ പോകുന്ന പോക്കാണ് കേട്ടോ. അപ്പോൾ തോരനും റെഡിയായി. അപ്പോൾ 1:30 ആയായിരുന്നു ചോറ് കഴിച്ചപ്പോഴത്തേക്കിന്. ഇതാപ്പന്നെ ചോറൊക്കെ വിളമ്പി കഴിച്ചു കേട്ടോ. വിശന്നിരുന്നുകൊണ്ട് കഴിച്ചിട്ടായിരിക്കും. അടിപൊളിയായിരുന്നു.